ഭരണം മാറിയതോടെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള മാവേലി സ്റ്റോറിലെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നതായി ആക്ഷേപം. തൃശൂർ വരവൂരിലെ മാവേലി സ്റ്റോർ ജീവനക്കാരെയാണ് സപ്ലൈകോയുടെ യാതൊരുവിധ നിർദ്ദേശങ്ങളുമില്ലാതെ പിരിഞ്ഞുപോകാൻ കോൺഗ്രസ് പ്രവർത്തകർ നിർബന്ധിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നിലവിലുള്ള ജീവനക്കാരെ വഴിയാധാരമാക്കാനുള്ള നീക്കം നടക്കുന്നതായാണ് ആരോപണമുയരുന്നത്. 19, 15, 11 വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഒഴിവാക്കി പകരം കോൺഗ്രസ് അനുഭാവികളെ തിരികെ കയറ്റാനാണ് ശ്രമം. നിലവിലുള്ള ജീവനക്കാരെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞതായി മാവേലി സ്റ്റോർ മാനേജർ ശ്രുതി വ്യക്തമാക്കി. ഇപ്പോൾ ഇവിടെ 19 വർഷമായിട്ട് സേവനം അന്വേഷിക്കുന്ന ജോലിക്കാരെടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ആരാണ് ഇവരടുത്ത് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നത്? അത് കോൺഗ്രസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ആളെ കൊണ്ടുവരും പറഞ്ഞത്. ഇവരെത്ര വർഷമായി ഇപ്പോൾ ഏകദേശം? ഒരാൾ 19, പിന്നെ 16, 11. വർഷങ്ങളായി ജോലി ചെയ്യുന്ന ജീവനക്കാരെ പുറത്താക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി CPIM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. സപ്ലൈകോയുടെ ഔദ്യോഗിക അറിയിപ്പില്ലാതെ ജീവനക്കാരെ പുറത്താക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് CPIM വരവൂർ ലോക്കൽ കമ്മിറ്റി വ്യക്തമാക്കി. തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുമെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുള്ള പിരിച്ചുവിടൽ നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണമെന്നും CPIM ആവശ്യപ്പെട്ടു. ജീവനക്കാർ 19 വർഷം വരെ പരിചയമുള്ള അല്ലെങ്കിൽ പണിയെടുത്തിരുന്ന ജീവനക്കാരുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ജീവനക്കാരെല്ലാം പിരിഞ്ഞു പോകണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ വിളിച്ചു പറയുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന നിലയല്ല. 19 വർഷം, 14 വർഷം, 11 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളുകൾ അവിടെ ഉള്ളത്. സർക്കാരിൻ്റെ ഒരു ഉത്തരവുമില്ലാതെ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞാൽ അവരെ പിരിച്ചുവിടാൻ കഴിയില്ല. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടുത്തെ മാനേജറുമായി ബന്ധപ്പെട്ട് വിളിച്ചന്വേഷിക്കുകയും ഞങ്ങൾ പുതിയ ആളെ പറഞ്ഞു വിടുകയും എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായി അറിഞ്ഞു. നമുക്കറിയാം, കേരള കലാമണ്ഡലത്തിൽ അവിടുത്തെ അധ്യയനം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവരും ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന ആളുകളെ നിലനിർത്തിയേ മതിയാകൂ. മറ്റൊന്ന്, സർക്കാരിൻ്റെ ഉത്തരവോ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവോ ഇല്ലാതെ ഉള്ള ആളുകളെ മാറ്റാൻ വേണ്ടി കഴിയില്ല. ജീവനക്കാരെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾക്കിടയിലും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ പുതിയ ജീവനക്കാരുമായി സ്റ്റോറിലെത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം CPIM പ്രവർത്തകർ പ്രദേശത്ത് തടിച്ചുകൂടിയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തിയില്ല. സംഭവം അറിഞ്ഞ് ചെറുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം പിരിച്ചുവിടൽ നീക്കത്തിനെതിരെ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് CPIM-ന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.